കുറച്ച് നാളുകളായി നാം പരിശോധിക്കുകയാണെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ബ്രിക്സും വലിയ തലവേദനയാണ് ട്രംപിനും അമേരിക്കയ്ക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അത് ഡോളറിനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണല്ലോ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഈ ഗ്ലോബൽ പോളറൈസേഷൻ കംപ്ലീറ്റ് മാറി വരികയാണ്. അതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു ബൈപോളാർ രാജ്യങ്ങളായിരുന്നു റഷ്യൻ അസോസിയേറ്റ് രാജ്യങ്ങളും പിന്നെ അമേരിക്കൻ അസോസിയേറ്റ് രാജ്യങ്ങളും എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് ലോകം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അത് ഫ്രാൻസിന് ഈ അമേരിക്കൻ സഖ്യത്തിനോട് വലിയ താല്പര്യമില്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് ഇന്ത്യ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ഭാഗം ഒരുപാട് വീക്കായി. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നിൽക്കുന്നത്, അതേസമയം ഈ അമേരിക്കയായിട്ട് ഒരു കാലത്ത് വലിയ മമത ഇല്ലായിരുന്ന അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു ഭൂചലനത്തിൽ പ്ലേറ്റോണിക് മൂവ്മെൻറ്റ് നടക്കുന്ന മാതിരി ഇതിൽ ചില പ്ലേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അപ്പോൾ അതിൽ 2015 രൂപീകരിച്ചതാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സഖ്യം. അതും ഇതുമായിട്ടൊക്കെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം ഒരു ഭാഗത്ത് ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ചൈനയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വരിക എന്നുള്ളത് നമുക്ക് കുറച്ച് കാലത്തിന് മുമ്പ് വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് മുൻകൈ എടുത്തത് ബ്രസീൽ എന്ന് പറയുന്നുണ്ട് രാഷ്ട്രമാണ്. വലിപ്പത്തിൽ ഇന്ത്യയെ പോലെ തന്നെ ഒരു വലിയ രാജ്യമാണെങ്കിലും ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ അമേരിക്കയോട് വലിയ ചായ്വ് കാണിക്കാത്ത ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ഇത് ഇത്രയും പേര് കൂടിയ ബ്രിക്ക് ചേർന്നപ്പോഴത്തേക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് തോന്നി ഞങ്ങൾക്കും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക ഒരു സമയത്ത് വേൾഡ് പൊളിറ്റിക്സിൽ അപ്പാർത്തൈഡ് കാരണം മാറ്റി നിർത്തപ്പെട്ട ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അവർക്ക് ഗ്ലോബൽ അറീനയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു താല്പര്യം കാരണമാണ് അവർ ഇതിനകത്തോട്ട് വന്നത്. എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ വന്നപ്പോഴത്തേക്ക് അതിൽ ഏറ്റവും കൂടുതൽ പേടിക്കുകയും വിരളി പിടിക്കുകയും ചെയ്തത് അമേരിക്കയാണ്. കാര്യം ഇങ്ങനൊരു ലോകത്ത് റഷ്യയും ചൈനയും ഇന്ത്യയും കൂടെ ബ്രസീലും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ലോകത്തെ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം അങ്ങോട്ട് മാറി. പിന്നെ അതിൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കയും കൂടെ ചേരുമ്പോഴത്തേക്ക്, അപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് പാരമ്പര്യമായിട്ട് US-ഉമായിട്ട് ബന്ധത്തിലുള്ള ഒരു രാജ്യമല്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ ശത്രുക്കളെല്ലാം കൂടെ ഒരുമിക്കുന്നു എന്നുള്ളൊരു ധാരണ, ഒരു വിരളിപിടിപ്പ് US-നുണ്ടായി. ഇപ്പോൾ ഇവർ ചേർന്നത് തന്നെ ഈ അമേരിക്കയുടെ ഭീഷണിയെ ഒരുമിച്ച് നിന്ന് നേരിടുക എന്നുള്ളൊരു ഗോളോടുകൂടി തന്നെ ആയിരിക്കണം. അന്നങ്ങനെ അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരുടെ നോട്ടം അതായിരിക്കണം. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേരുകയും ഡോളറിൻ്റെ മേൽക്കോയ്മ വലിച്ച് താഴെ ഇടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അവർ തുടങ്ങിയത്. ഒരു കോമൺ യൂറോയെ മാതിരി. ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിൽ യോജിപ്പില്ലാതെയാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു യൂണിയൻ ആയതും അവിടെ കോമൺ നാണയം കൊണ്ടുവന്നതും. അതും അമേരിക്കൻ ഡോളറിനൊരു തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയത്ത് ബ്രിക്സ് വേറൊരു ഡോളറും കൂടെ കൊണ്ടുവരുമ്പോൾ റൂബിള് ശക്തമായിട്ട് ഒരു സൈഡ് നിൽപ്പുണ്ട്, യൂറോ ശക്തമായിട്ട് വേറൊരു സൈഡ് നിൽപ്പുണ്ട്. ഇപ്പോൾ ഇതെല്ലാം അമേരിക്കയുടെ ഡോളറിന് ചലഞ്ചായിരുന്നു. അതേസമയം ഇന്ത്യയുടെ റുപ്പിയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയും റഷ്യയും ചൈനയും ബ്രസീലും ഒക്കെ ചേർന്നിട്ട് പുതിയ ഒരു കറൻസിയിലോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് അത് ഭയങ്കര ഒരു ഇടിവ് തന്നെയാണ്. അപ്പോൾ അതിലാദ്യമായിട്ട് ഈ ബ്രിക്സുകാർ ചെയ്തത് ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു, വേൾഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബാങ്ക് രൂപീകരിക്കുകയാണ് ഷാങ്ഹായ് ആസ്ഥാനമായിട്ട്. ഈ ബാങ്ക് യുവാൻ, അതായത് ചൈനീസ് നാണയം ബേസ് ചെയ്തിട്ട് ഒരു ബോണ്ട് ഇറക്കിയായിരുന്നു, ഇൻ്റർനാഷണൽ ബോണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്തു, ഇരട്ടിയോളം സബ്സ്ക്രൈബ് ചെയ്തു. അവർ ഇട്ടതിനേക്കാളും ഒരുപാട്. ഇപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മസാല ബോണ്ട് നമ്മൾ ഒരിക്കൽ ഇറക്കിയായിരുന്നു. ബ്രിട്ടനിൽ പോയി നമ്മളെ പിണറായി പോയി മണിയൊക്കെ അടിച്ചിട്ട് മസാല ബോണ്ട് ഇറക്കിയായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ യുവാൻ ബോണ്ട് ഇറക്കി. അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ നാണയത്തിൽ ഒരു ബോണ്ട് ഇറക്കി. ഇന്ന് ലേറ്റസ്റ്റായിട്ട് വന്ന പ്രഖ്യാപനം ഏകദേശം $500 മില്യൺ വേണ്ടിയിട്ട് അവർ പുതിയ ഒരു ഇന്ത്യൻ റുപ്പി ബേസ്ഡ് ആയിട്ടുള്ള ബോണ്ട് ഈ മാർച്ച് 31 മുമ്പ് ഇറക്കുന്നു എന്നുള്ളതാണ് ഒരു നല്ല വാർത്ത.
അപ്പോൾ ഇതിനകത്ത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തോടെ ആയിരിക്കും, റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണവും റിസർവ് ബാങ്കിൻ്റെ അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ബോണ്ട് ഇറക്കാൻ സാധിക്കൂ. അപ്പോൾ റിസർവ് ബാങ്ക് അവർക്കൊരു ഫൈനൽ നോഡ് കൊടുത്തു. അങ്ങനെയാണ് അവർ പ്രഖ്യാപനത്തിലോട്ട് വരുന്നത്. ഇതൊരു 3-4 മാസം നീളുന്ന പ്രഖ്യാപനമാണ്. എന്നാലും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് മാർച്ച് 31 മാർച്ച് 31 മുമ്പായിട്ട് ഈ നമ്മുടെ ഈ ബോണ്ടുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കും എന്നാണ് കാണുന്നത്. എന്നിട്ട് ലിസ്റ്റ് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ 500 മില്യൺ എന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി ഓവർ സബ്സ്ക്രിപ്ഷൻ വരെയാണെങ്കിൽ, കാര്യം ഇന്ത്യയിലെ ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് പൈസ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇട്ടയ്ക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, സർപ്ലസ് ഫണ്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം ഈ ബോണ്ട് വാങ്ങിച്ചു വയ്ക്കും. കാര്യം റുപ്പി ബോണ്ടാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉള്ളൊരു ബോണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ, അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ അവർക്കുള്ള ടാക്സും മറ്റ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയും ചെയ്യും. കാര്യം ഈ ബോണ്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ബ്രിക്സിൻ്റെ ഒരു മെമ്പർ രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അത് സംബന്ധിച്ച് കൂടുതൽ ഇളവുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ബോണ്ട് ചിലപ്പോൾ 500 എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിയോളം ഓവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം യുവാൻ ബോണ്ടിന് നല്ല റിസപ്ഷനാണ് കിട്ടിയത്, ആഫ്രിക്കൻ ബോണ്ടിനും നല്ല റിസപ്ഷനാണ് കിട്ടിയത്. അതുകൊണ്ട് ഇന്ത്യയുടെ ബോണ്ടിനും നല്ല റിസപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടി കാണുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരേണ്ടത് അടുത്ത് ബ്രസീലും റഷ്യയാണ്. റഷ്യയിൽ ഈ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ട്രംപിന് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുമല്ലോ. അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയുമല്ലോ, അത്ര ഒരു വിളിച്ചു പറച്ചിലുണ്ടാകുമോ? ഒരു അല്ല, ഇപ്പം നമ്മൾ വിളിച്ചു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 ചെമ്പരത്തിപ്പൂവിൻ്റെ കുറവേ ഉള്ളെന്നാണ് തോന്നുന്നത്. കാര്യം അമേരിക്കയെ അടച്ചിട്ടൊക്കെയാണ് ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരെയാണ് ഒരു ശമ്പളം കൊടുത്തിട്ട് അവധിയിൽ പോകാൻ പ്രേരിപ്പിച്ചേക്കുന്നത്. ഇന്നലെ വന്ന ഒരു വാർത്ത, നാസയുടെ വെബ്സൈറ്റ് വരെ പൂട്ടിയെന്നാണ്, പൈസ ഇല്ലാത്തത്. അപ്പോൾ അമേരിക്കയുടെ ഇൻറ്റേർണലായിട്ട് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് ഇറങ്ങി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചപ്പാട് തുള്ളുന്ന മാതിരി ഈ വാളും വീശിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ എൻ്റെ തലവെട്ടും എൻ്റെ തലവെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് യഥാർത്ഥത്തിൽ പ്രോബ്ലം ഇൻറ്റേർണലാണ്. അപ്പോൾ അമേരിക്കയിലെ തന്നെ പല വിദേശകാര്യ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ട്രംപിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു, നിങ്ങൾ പോകുന്നത് ശരിയായ വഴിക്കല്ല, ലോകരാജ്യങ്ങൾ അത്രയ്ക്ക് ഈ നാസയുടെ അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് പൂട്ടുന്ന രീതിയിലേക്ക് സാമ്പത്തികമായി തകർച്ച ഉണ്ടാക്കി. ഉദ്യോഗസ്ഥന്മാർ ലീവ് വാങ്ങിക്കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അവരെല്ലാം കമ്പൾസറി ലീവിലോട്ട് പറഞ്ഞയച്ചു. ഇന്നലെ അത് വീണ്ടും റെസ്റ്റോർ ചെയ്തു. അപ്പം പുതിയ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഇന്ത്യ മറ്റേ ചൊവ്വയ്ക്ക് അടുത്തോട്ട് വരുന്നു. അതിൻ്റെ 3-ാം തീയതി ആയിരുന്നു അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ലോകത്തുള്ള എല്ലാവരും ഈ വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേക്ക് വന്ന വാർത്ത ഈ വെബ്സൈറ്റ് പൂട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു ഏരിയയിലോട്ട് പോലും അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് പമ്പ് ചെയ്യാനില്ല. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഡോളറിൻ്റെ വില ഇടിയേണ്ടതാണ്. അതെന്തുകൊണ്ട് ഇടിയുന്നില്ല എന്നുള്ളത് അതിനകത്തൊക്കെ ഒരുപാട് പ്രഷർ പോയിന്റ് ഉണ്ട്. കാര്യം ലോകത്ത് ജപ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി ബോണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത്, അതായത് ഡോളർ ബോണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് ചൈനയാണ്. ചൈന ഇത് ലോക മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ കൈയൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ത്യയിൽ നിന്ന് റഷ്യയുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തുകയും ചൈനയ്ക്ക് വലിയ താരിഫ് ഏർപ്പെടുത്താത്തതിൻ്റെയും ഒരു കാരണം ട്രംപിന് ചൈനയെ പേടിയാണ്. കാര്യം അവരുടെ പ്രോനോട്ട് പോലെയുള്ളതാണ്. അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഗവൺമെൻറ് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ചൈന അവരുടെ ഈ ബോണ്ടുകൾ ക്യാഷ് ആക്കിയാലോ എന്നൊരു പേടി അമേരിക്കയ്ക്കുണ്ട്. ജപ്പാൻ എന്തായാലും ചെയ്യത്തില്ല. കാര്യം ജപ്പാൻ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം പോലെ നിൽക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും, ഡിഫൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കയാണ്, USA ആണ് നിയന്ത്രിക്കുന്നത്. അതേസമയം ചൈനയുടെ അടുത്ത ഏറ്റവും കൂടുതൽ ബോണ്ടുള്ളത് ചൈനയുടേതാണ്. അപ്പം അതിന് ബദലായിട്ട് ഇന്ത്യയും പിന്നെ ചൈനയും റഷ്യയും ചേർന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ബോണ്ട് ഇറക്കുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ, ഇത് ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന കൂടുതൽ രാജ്യങ്ങൾ അവിടെയുള്ള ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ നാണയത്തിൻ്റെ മൂല്യം വർദ്ധിക്കുമല്ലോ. അമേരിക്കൻ ഡോളറിൻ്റെ വില ഇടിയുന്നു എന്ന് കാണുകയും അവിടുത്തെ ഡെമോക്രസി നമുക്ക് തന്നെ അറിയാം. നമ്മളൊരു ഡിവാലുവേഷനിലോട്ട് പോയി പണ്ട് ചന്ദ്രശേഖരൻ്റെ സമയത്ത്. കാര്യം നമ്മളിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോഴത്തേക്കാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമുക്ക് ഡിവാലുവേഷൻ വന്നു. അപ്പോൾ അമേരിക്ക പേടിക്കുന്നത്, ഭയക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അവർ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ചുങ്കം പിരിച്ച് ജീവിക്കുന്നവരാണ്. പല രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങിച്ചിട്ടാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ പോകുന്നത്. ഈ കപ്പം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ വലിയ പ്രോബ്ലത്തിലോട്ട് പോകും.
അമേരിക്കയിൽ തന്നെ USA തന്നെ ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് ട്രംപിനെ ഉപദേശിച്ചു. ആര് പറയുന്ന ഉപദേശം അദ്ദേഹം കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം, അവിടുത്തെ രാജ്യം ഒരു പ്രതിസന്ധിയിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ബോണ്ടിൻ്റെ നീക്കമായിട്ട് വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും അവർക്കത് കൂടുതൽ ഞെരുക്കമുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.